ഈ പരീക്ഷ സമ്പ്രദായം സംബന്ധിച്ചുള്ള കുംഭകോണങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള ഏത് നീക്കത്തോടും ഞങ്ങൾ സഹകരിക്കും. പക്ഷേ 2 വർഷം മുമ്പ് 2024 പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് എന്ന് പറഞ്ഞ് ഒരു ബില്ല് കൊണ്ടുവന്നു. 2 വർഷം മുമ്പ്. അന്ന് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച ജിതേന്ദ്ര സിംഗ് പറഞ്ഞത്, ഈ ബില്ല് നിങ്ങളും കൂടി പിന്തുണയ്ക്കുക, ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി ഈ പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ കൃത്രിമങ്ങളും ക്രമക്കേടുകളും ഇല്ലാതാകും, ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നാണ് 2 വർഷം മുമ്പ്. ഇപ്പോൾ അവർ പുതിയ ബില്ലൊന്നുമല്ല കൊണ്ടുവരുന്നത്. ഈ 2024 കൊണ്ടുവന്ന ബില്ലിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുക മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് നിയമമില്ലാത്തത് കൊണ്ടല്ല, നിയമം നടപ്പിലാക്കുന്ന ഏജൻസികളുടെ, അതോറിറ്റികളുടെ, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും അവർ തൽപര കക്ഷികളോടും സ്ഥാപിത താല്പര്യക്കാരോടും സന്ധി ചെയ്യുന്നുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽത്തട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആള് ഹർഷ്പാൽ ഗംഗ്വാർ, 1994 ബാച്ച് IAS ഓഫീസർ, 1,16,00,000 രൂപ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മകന്റെയും പേരിൽ സബ്സിഡി ആയിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അടിച്ചു മാറിയ ഒരു ഉദ്യോഗസ്ഥനെയാണ് ഈ സുതാര്യതയും സത്യസന്ധതയും വളരെയധികം അനിവാര്യമായ പൊതുപരീക്ഷകൾ നടത്തേണ്ട ഒരു നിർണായക വകുപ്പിന്റെ തലവനായിട്ട് കൊണ്ട് അവരോധിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ സിൻസിയറിറ്റി, അവരുടെ ഉത്തരവാദിത്വം എത്രയാണെന്നുള്ളത് അവർ ഓൾറെഡി തന്നെ പരസ്യമാക്കിയിട്ടുണ്ട്. ഇതല്ലേ യഥാർത്ഥത്തിൽ അവർ ഇതൊക്കെ പാർലമെന്റിൽ ഈ ചർച്ചയിൽ വരുന്നതാണ്.